ദേവേച്ചിന്റെ രണ്ടാം ജന്മം. ഹലോ, അപ്പം ഇന്ന് ഞായറാഴ്ചയാണ്. കുഞ്ഞുണ്ട്, സിദ്ധുണ്ട്, ദേവുണ്ട്, കൂടാതെ നമ്മളെ അയിനും കൂടെ വന്നിട്ടുണ്ട് കേട്ടോ വീട്ടിലേക്ക്. എന്താ കുടിക്കുന്നേ? എന്താ കുടിക്കുന്നേ? അയിനൂനെ കൂട്ടിക്കൊണ്ടോ എന്ന് പറഞ്ഞിട്ട് കുഞ്ഞും സിദ്ധു എനിക്ക് സ്വൈര്യം തന്നിട്ടില്ല കേട്ടോ. അപ്പം ദേവും കൂടെ വന്നതിനെ കൊണ്ട് അയിനൂനും ഇങ്ങോട്ട് വരണമെന്നുണ്ടേ. അങ്ങനെയാ ദേവ് വന്നതെന്ന് പറഞ്ഞപാട് തന്നെ അയിനു അവിടുന്ന് വന്ന് സജീഷേട്ടൻ പോയി കൂട്ടിയിട്ട് വന്ന കേട്ടോ. പറഞ്ഞ് ദേവ് വെള്ളിയാഴ്ചയായിരുന്നു വന്നത്. ഇതിപ്പോൾ ഞായറാഴ്ച ഉച്ചയ്ക്ക് 1:00 അപ്പം എൻ്റെ ട്രെയിനിന് പോകാനായിട്ടോ. അപ്പം പോകുന്നതിൻ്റെ മുന്നേ രാത്രിത്തേക്കുള്ള ഫുഡ് നമ്മൾ കൊടുത്തയക്കലുണ്ട്. അപ്പോൾ അധികവും ചപ്പാത്തി ആയിരുന്നേ കൊടുത്തയക്കൽ. അപ്പോൾ ഈ പ്രാവശ്യമൊക്കെ ചോറ് മതി എന്ന് പറഞ്ഞു. അപ്പോൾ ചോറ്, സാമ്പാറും, പയറിൻ്റെ ഉപ്പേരിയും, ചെമ്മീൻ പൊരിച്ചതാട്ടോ ഉള്ളത്. അപ്പോൾ കൊടുത്തയക്കുന്നതും അത് തന്നെ, നമുക്ക് ഉച്ചക്കത്തേക്കുള്ള ഫുഡും അത് തന്നെ. പിന്നെ സജീഷ് ചേട്ടൻ അങ്ങ് പൊതിഞ്ഞോളൂ കേട്ടോ. പൊതിയെല്ലാം ഞാനൊക്കെ സെറ്റാക്കി കൊടുത്താൽ മാത്രം മതി. അങ്ങനെ നമ്മളെ ചെമ്മീൻ ഇവിടുന്ന് ആവുന്നുള്ളൂ കേട്ടോ. മീൻ കിട്ടാൻ കുറച്ച് ലേറ്റ് ആയിട്ടുണ്ടായിരുന്നേ. എനിക്ക് എപ്പം വന്ന് പോവുകയാണെങ്കിലും പോകുന്ന ദിവസം എനിക്ക് വല്ലാത്തൊരു മൂഡ് ഓഫ് ആട്ടോ. അതിനെല്ലാം അമ്മമാർക്കും ഉണ്ടാവുമല്ലോ അല്ലേ. എനിക്കും അങ്ങനെ തന്നെയാണ്. ഓളിവിടെ ഉണ്ടെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ ഒരു ഭയങ്കര ഒരു ഒച്ചയാണ്. പിന്നെ എല്ലാവർക്കും ഒരു സന്തോഷമാണ്. കുഞ്ഞൂനായാലും സിദ്ധുവിനായാലും ഞങ്ങൾക്കൊക്കെ ഒരു സുഖമാണ്. പിന്നെ ഓളങ്ങ് പോയി കഴിഞ്ഞാൽ പെട്ടെന്ന് അങ്ങ് മൂകതയിലേക്ക് പോയതിൻ്റെ ഉണ്ടാവും കേട്ടോ. ഈ പെൺകുട്ടികൾ പൊതുവെ ഇങ്ങനെ തന്നെയാണെന്ന് തോന്നുന്നില്ലേ വീട്ടിൽ. പിന്നെ അത് ആ ചോറൊക്കെ എടുത്ത് വെക്കുന്നുണ്ട്. ഞാൻ വിളമ്പി കുറച്ചധികം വെക്കുന്നുണ്ട്. ആർക്കെങ്കിലും ഒരാൾ കൂടിയും കഴിച്ചോട്ടെ എന്ന് വിചാരിച്ചിട്ട് കേട്ടോ. പിന്നെ പയറിൻ്റെ ഉപ്പേരിയും, മീൻ പൊരിച്ചതും, ഒരു സാമ്പാറും, അത് മാത്രമേ ഉള്ളൂ. ഇന്നിപ്പോൾ വേറെ സ്പെഷ്യലും കാര്യങ്ങളൊന്നുമില്ല. പിന്നെ ചപ്പാത്തി കൊണ്ടുപോകുന്നതിനേക്കാളും എനിക്കും തോന്നി കുറച്ച് നല്ലത് ചോറ് കൊണ്ടുപോകുന്നതായിരിക്കുന്നേ. അങ്ങനെ ആവുമ്പേ ഈ രാത്രിയാകുന്ന സമയത്ത് ഒരു വിശപ്പിനൊക്കെ ഒരു ഇതാണല്ലോ. ഓൾ ഈ ചപ്പാത്തിയൊക്കെ ആകുമ്പോൾ ഒന്നൊക്കെ കഴിച്ചിട്ട് വേണ്ടാന്ന് വെക്കും കേട്ടോ. അങ്ങനെ അതാ സൈഷേട്ടൻ പൊതിയുന്നുണ്ട്. ഇത് ഇറങ്ങാനായിട്ടോ. ഏകദേശം ഒരു 1:15, 1:20 ഇവിടുന്ന് ഇറങ്ങും. ഇവിടെ അടുത്താണല്ലോ റെയിൽവേ സ്റ്റേഷൻ. ഇപ്പം കൊയിലാണ്ടി വന്നതിന് ശേഷം കുഞ്ഞുനും സിദ്ധുവിനും ഒരുപാട് ആൾക്കാരുണ്ട് കേട്ടോ കളിക്കാൻ. പിന്നെ ഇവിടെ അടുത്ത് തന്നെയുള്ള വീട്ടിലുള്ളതാണ് സിദ്ധുവിന് കുറച്ച് കമ്പനിക്കാരുണ്ട്. കുഞ്ഞു അധികം എൻ്റെ വീട്ടിലോട്ട് പോകും കേട്ടോ. കൊയിലാണ്ടി അങ്ങോട്ടേക്ക് ആടെയാണ് ഓൻ്റെ ഫുൾ കമ്പനി കേട്ടോ. അവന് സ്കൂളിലും അതുപോലെ ഫുട്ബോൾ ടൂർണമെൻറ്റിലൊക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഫുള്ളും ബിസിയാണ്. ഇപ്പം മക്കൾ 2 അപ്പം സൈഷറിന് ഇതാ പൊതിഞ്ഞ് കെട്ടി സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി കറി കൊണ്ടുപോകാനുള്ള പാത്രം കേട്ടോ ഇത്. ഒരു പാത്രം കൊണ്ടുപോയാൽ അത് അവിടെ ഇട്ടേച്ചിട്ട് വരും കേട്ടോ ഇവള്. അതുകൊണ്ട് തന്നെ ഓരോ പ്രാവശ്യം പോകുമ്പോൾ ഓരോ പാത്രമായിരിക്കും കേട്ടോ. ഞാൻ സാമ്പാർ എടുത്ത് വെക്കുന്നുണ്ട്. സാമ്പാറും ചോറും കഴിച്ച് അപ്പോഴത്തേക്ക് ഒരു 1:20 ആയിട്ടോ. അങ്ങനെ ഞാൻ കുറേ വെച്ച് ഓള് തിന്നെല്ലാം കൂടി തിന്നൂലാന്ന് എനിക്ക് ഉറപ്പാണ്. അതുകൊണ്ട് തന്നെ ഞാൻ വേഗം 2 വാരി കൊടുത്തേ. ഇല്ലെങ്കിൽ എന്താണെന്ന് വെച്ചാൽ ഒരു 4-5 മണിക്കൂർ പിടിക്കും മംഗലാപുരത്ത് എത്താൻ. അവിടെ എത്തുമ്പോഴത്തേക്ക് ആകെ ക്ഷീണം പിടിക്കും കേട്ടോ. പിന്നെ ദേവു അത് എടുക്കുന്ന കേട്ടോ. എങ്ങനെയാ ഇടുന്നേ? ലിപ്സ്റ്റിക് ഒക്കെ ഇടും. മാറ് ദേവാച്ചിയെ. നിങ്ങൾക്കായിരിക്കും ഓള് പറഞ്ഞാൽ മനസ്സിലാക്കിയോ. അങ്ങോട്ട് മാറി ദേവേച്ചിയെന്നാണ് കേട്ടോ. ദേവേച്ചിയെന്നാണ് വിളിക്കുക. അതാട്ടോ പറഞ്ഞത്. അങ്ങനെ അച്ഛനും മോനും കൂടി എല്ലാം ബാഗിൽ സെറ്റാക്കി കൊടുക്കുന്നുണ്ട്. ഇതൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ പോകുന്ന സമയത്ത് കുഞ്ഞു ചോദിക്കും അധികവും ഞാനും വരണോ ചേച്ചിയെന്ന് കേട്ടോ. ഓന് ഭയങ്കര മിസ്സിങ്. ഓള് പോയി കഴിഞ്ഞാൽ കാരണം ഇങ്ങനെ ഓരോന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കണമല്ലോ. സ്നേഹമോടെ മിഴി തോർന്ന മോഹം പോലെ നീ എന്നു വരുമെന്നോർത്തുകൊണ്ടേ ദൂരെ ദൂരെയൊരമ്മ കുഞ്ഞേ നിനക്കു വേണ്ടി എങ്ങോ കാത്തു നിൽപ്പുരുകുന്ന സ്നേഹമോടെ മിഴി തോർന്ന മോഹം പോലെ നീ എന്നു വരുമെന്നോർത്തുകൊണ്ടേ ദൂരെ ദൂരെയൊരമ്മ കുഞ്ഞേ നിനക്കു വേണ്ടി എങ്ങോ കാത്തു നിൽപ്പു. അങ്ങനെ നമ്മളെ
ദേവൂട്ടി അങ്ങോട്ട് പോയിട്ടോ. ഇനിയിപ്പോൾ ആഗസ്റ്റ് 15-നോ അല്ലെങ്കിൽ ഓണത്തിനൊക്കെ ആയിരിക്കും ചിലപ്പം വരിക. എന്നിട്ട് എന്നോട് പറയും, അമ്മ എനിക്ക് നാട്ടിൽ പഠിച്ചാൽ മതിയെന്ന് കേട്ടോ, പോയാൽ വിളിച്ചാൽ എന്നും സങ്കടങ്ങളെ പറയാനുണ്ടാവുള്ളൂ കേട്ടോ. ഓൾ പോയി കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ പിന്നെ കഴിഞ്ഞു. ഈ ഫുഡ് കഴിക്കാനിരിക്കുന്ന സമയത്തൊക്കെ ഓളുണ്ടാകുന്ന സമയത്ത് ഒരുപാട് സംസാരിക്കുകയെ. ഇനിയിപ്പം കുറച്ച് നേരത്തേക്ക് എല്ലാവരും ഒരു ഒച്ചയൊന്നും ഉണ്ടാവില്ല. ഇനിയിപ്പോൾ അതിനുള്ളതിനെ കൊണ്ടൊരു സമാധാനം. ഇനിയിപ്പോൾ അതിനും അപ്പം തന്നെ ദേവു പോവലും കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ കവറൊക്കെ എടുത്തിട്ട് ഇറങ്ങുക കേട്ടോ, ഞാൻ പോവുക എന്നും പറഞ്ഞിട്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു മേമ അല്ലെങ്കിൽ സജീഷനോട് കൊണ്ടാക്കി തരുമെന്ന് പറഞ്ഞു കേട്ടോ വീട്ടിൽ. അപ്പോൾ ഇവർ രണ്ടാളും എല്ലാ ശനിയും ഞായറും വീട്ടിലോട്ട് പോകും കേട്ടോ, എൻ്റെ വീട്ടിൽ കളിക്കാൻ വേണ്ടിയിട്ട്. ഒരു 2:30-3 മണിക്ക് പോയാൽ ഒരു 6:30 ഒക്കെ ആവും തിരിച്ച് വരാൻ. സജീഷേട്ടൻ പോയി കൂട്ടിക്കൊണ്ടുവരാം കേട്ടോ ചെയ്യുക. ചില സമയത്ത് കുഞ്ഞു ഒറ്റയ്ക്ക് സൈക്കിൾ എടുത്തും പോലുണ്ട്. ഒരിക്കൽ ഇവിടെ വന്നത് വലിയൊരു ഇതുമാതിരി കേട്ടോ, കാരണം കളിക്കാൻ പോകാനും വരാനൊക്കെ. നമ്മൾ വടകരയായിരുന്ന സമയത്ത് അവർക്ക് പുറത്തോട്ടൊന്നും കളിക്കാനൊന്നും പോകാൻ പറ്റൂലല്ലോ, ആ മുറ്റത്തുനിന്ന് കളിക്കുന്നതല്ലേ ഉള്ളൂ. ഇപ്പോൾ ആകുമ്പോൾ അവിടെ ഒരുപാട് ആളുണ്ട്. പിന്നെ ഇതാ അതിനുമ്മേനെ പുറപ്പെടിക്കലായി മുടികെട്ടലും, പിന്നെ ഒരാൾ പൊട്ടെടുത്ത് കൊടുക്കുന്നുണ്ട്, മറ്റേ ലിപ്സ്റ്റിക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അവർക്ക് രണ്ടാൾക്കും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഓളെങ്ങനെ പുറപ്പെടിക്കുന്നത്, ഓളെ ദേഷ്യം പിടിപ്പിക്കുന്നതും ഒക്കെ. അങ്ങനെ അത് അതിനൂനെ പുറപ്പെടിച്ച് ഇനിയിപ്പം 3 ആളും കൂടെ ഇപ്പം വീട്ടിലേക്ക് പോവുകയെ കളിക്കാൻ വേണ്ടിയിട്ട്. കളിയും കഴിഞ്ഞ് വരണമെങ്കിൽ ഏകദേശം ഒരു സന്ധ്യാസമയമൊക്കെ ആവും. അപ്പോൾ അതിനുള്ള ഒരുക്കാണ്. ദേവൂജി ചെയ്യുന്നത് എന്തുണ്ടോ അതേപോലെ തന്നെ എടുത്ത് ചെയ്യുന്ന പരിപാടിയാണ് നമ്മൾ അതിനൂന്. ഓള് ലിപ്സ്റ്റിക് ഇടുന്നുണ്ടെങ്കിൽ അതിനൊരു ലിപ്സ്റ്റിക് ഇടണം. അതുകൊണ്ട് ഓളും കുറേ ലിപ്സ്റ്റിക്കല്ല എന്നോട് പറഞ്ഞ് മേമേ എനിക്ക് ഇട്ടുക എന്നിട്ട് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ടേ. എനിക്ക് വലിയ രീതിയിലൊന്നും ഹെയർ സ്റ്റൈലൊന്നും അറിഞ്ഞുകൂടെ കേട്ടോ, അതുകൊണ്ട് എനിക്കറിയുന്ന പോലെ രീതിയിൽ ഞാൻ അവൾക്ക് മുടിയെല്ലാം കെട്ടിക്കൊടുത്തിട്ടുണ്ട്. അങ്ങനെ അതിനും കൂടി പോയി കഴിഞ്ഞാൽ ഇനി കുറച്ച് നേരത്തേക്ക് ഇവിടെ ആരും ഉണ്ടാവൂലേ. ഞാനും സൈഷേറിനും ഒറ്റയ്ക്കാണ് ഉണ്ടാവും കേട്ടോ. എല്ലപ്പോൾ ഈ ഒരു ഇവിടെ എത്തിയ സമയത്ത് എനിക്ക് ഒറ്റയ്ക്ക് നിൽക്കുക എന്ന് പറയുന്നത് ഭയങ്കര ഒരു വിഷമമുള്ള കാര്യമാണ്. കുഞ്ഞുവിനെ സിദ്ധുവിനെ അതുകൊണ്ട് തന്നെ എവിടെയും നമ്മൾ പുറത്തൊന്നും വേറെ എവിടെയും പോവലില്ല. ഒരു സ്കൂളിൽ പോകുന്ന ടൈം കഴിഞ്ഞാൽ പിന്നെ 4 മണിക്ക് എത്തി എനിക്ക് ഒരാളാണല്ലോ. ഞാൻ തീരെ ഒറ്റയ്ക്കിരിക്കാൻ എനിക്ക് പൊതുവേ ഇഷ്ടമല്ല, ഇവിടെ തീരെ ഇഷ്ടമല്ല. കാരണം ആരോരും ചുറ്റുമൊന്നും ഇല്ലാത്തതിനെ കൊണ്ട് കേട്ടോ. അങ്ങനെ സജീഷേട്ട ഇതാ 3 ആളെയും വണ്ടിയിൽ വെച്ച് കൊണ്ടുപോകുന്നുണ്ട്. തിരിച്ചിട്ട് സജീഷേട്ട ഇപ്പം തന്നെ ഇങ്ങ് വരും. പിന്നെ വൈകുന്നേരം ഇവരെ കൂട്ടാൻ വേണ്ടി പോവുക കേട്ടോ ചെയ്യുക. ഇവരങ്ങോട്ട് പോയി കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ നല്ലൊരു മഴ പെയ്തിട്ടുണ്ട്. ആ മഴ പെയ്ത് നല്ലോണം ഇരുട് പോലെ ആയി വന്നിട്ടുണ്ടായിരുന്നു. എല്ലാം കൂടെ എനിക്ക് എങ്ങോട്ടെങ്കിലും പോയാൽ മതി കേട്ടോ. ദേവ് പോയതുകൊണ്ട് മനസ്സിന് എന്തോ പോലെ വല്ലാത്തൊരു മൂകത കേട്ടോ ടൈമിൽ ഉണ്ടാകുക. ഇതുപോലെ ഉണ്ട് നമ്മളെ വീട്. ഇത്ര നേരവും മക്കളും ഒച്ചയും ബഹളവും തിരക്കും ഒക്കെ ആയിട്ട് നല്ല ഒരു ഇതായിരുന്നു. ഇപ്പം കണ്ടില്ല ഇങ്ങനെ ഒഴിഞ്ഞ് കിടക്കും കേട്ടോ. അവിടെ ഇങ്ങനെ ഒറ്റയ്ക്ക് നിൽക്കുകയെന്ന് പറയുന്നത് എനിക്ക് എന്തൊരു വിഷമം. അങ്ങനെ ഞാൻ സൈഷേറിനും കൂടി ബീച്ചിലോട്ട് ഇറങ്ങി. ഇവിടുന്ന് അടുത്താണല്ലോ എല്ലാ ബീച്ചുകളും, കാപ്പാടായാലും നമ്മളെ പാറപ്പള്ളി ആയാലും ഒക്കെ. അപ്പം ജസ്റ്റ് ഒന്ന് പോയി എന്നിട്ട് തിരിച്ച് വരുന്ന വഴിക്ക് മക്കൾസിനെ കൂട്ടണേ. ഒരു നല്ല കളിയായിരിക്കും കേട്ടോ അവിടെ. കാരണം ഒരുപാട് മക്കളുണ്ട്. ഇനിയിപ്പോൾ വലിയ ആൾ ചെറിയ ആൾ എന്നൊന്നുമില്ല, കുറേ ആൾക്കാരുണ്ട് കേട്ടോ ഓല കൂടെ കളിക്കാൻ. പിന്നെ ഒരു 5:45 6 മണിയാകുന്ന സമയത്ത് ഞങ്ങൾ തിരിച്ച് എൻ്റെ വീട്ടിലോട്ട് പോവുകയാണ്. അപ്പോൾ ഓരെ കൂട്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും എന്ന് വെച്ചാൽ തിരിച്ച് നമ്മളെ വീട്ടിലോട്ട് വരും. അപ്പോൾ ഇന്നത്തെ ചെറിയൊരു വ്ളോഗാണ്. അടുത്ത വീഡിയോ കാണുന്നവരേക്കും ടാറ്റാ ബൈ ബൈ, സീ യു.